മീഡിയ വ്ളോഗ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്കിതൊരു നാടൻ ഉരുളക്കിഴങ്ങ് കറി ഉണ്ടാക്കിയാലോ? എളുപ്പത്തിൽ തയ്യാറാക്കാം. ഇവിടെ കുറച്ച് ഉരുളക്കിഴങ്ങും സവാളയും ചതച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചി വെളുത്തുള്ളി ഇതും കൂടി കുക്കറിലോട്ട് ചേർത്ത് കൊടുക്കുക. ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക, ഉപ്പ് ചേർത്ത് കൊടുക്കുക. അതിന് ശേഷം ഒരു ഗ്ലാസ് വെള്ളവും കൂടി ഒഴിച്ച് നല്ലപോലെ ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം കുക്കറിൻ്റെ മൂടി അടച്ചു വെച്ച് ഗ്യാസ് സ്റ്റൗവിലോട്ട് വെച്ച് കൊടുക്കാം. ഇതിനാവശ്യമായ കൂട്ട് റെഡിയാക്കാം. ഇനി ഒരു ചീനച്ചട്ടിയിൽ ഒരു പിടി തേങ്ങയിട്ട് നല്ലപോലെ വറുത്തെടുക്കുക. അതിലോട്ട് നമുക്ക് കുറച്ച് മുളക് പൊടി ചേർക്കണം, പിന്നെ ആവശ്യത്തിന് മല്ലിപ്പൊടി ചേർക്കണം, കുറച്ച് ഗരം മസാലപ്പൊടി ചേർക്കണം. മുളക് പൊടിയും കാട്ടി കുറച്ച് കൂടുതൽ മല്ലിപ്പൊടി എടുത്തോണം. ഈ മല്ലിപ്പൊടിയാണ് കൂടുതൽ ഉപയോഗിക്കുന്നത്. എന്നിട്ട് നമ്മളിതെല്ലാം കൂടി മുപ്പിച്ച് വെച്ചിരിക്കുന്ന തേങ്ങയിലോട്ടിട്ട് ഫ്ലെയിം കുറച്ച് വെച്ച് ഇതും കൂടി ഈ പൊടികളും കൂടി ഒന്ന് മൂപ്പിച്ച് യോജിപ്പിച്ചെടുക്കണം. ഇത് പെട്ടെന്ന് കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. തേങ്ങ കുറച്ചേ നമ്മൾ ഇട്ടിട്ടുള്ളൂ, അതുകൊണ്ട് തീ കുറച്ച് വയ്ക്കുക. മൂപ്പിച്ച് വെച്ച ഈ തേങ്ങയും കൂട്ടും എല്ലാം കൂടി ഒന്ന് തണുത്തതിന് ശേഷം മിക്സിയുടെ ജാറിലോട്ട് ഇട്ട് കൊടുത്ത് നല്ലപോലെ അരച്ചെടുക്കാം. അപ്പോഴത്തേക്കും നമ്മുടെ ഉരുളക്കിഴങ്ങ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അത് നല്ലപോലെ വെന്ത് ഉടഞ്ഞ് വന്നിട്ടുണ്ട്. അതിന് ഒന്നും കൂടി തീ കത്തിച്ച് കൊടുത്ത് തിളപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നമ്മളിത് ഈ അരച്ച് വെച്ചിരിക്കുന്ന കൂട്ട് അതിലോട്ട് ചേർത്ത് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചെടുക്കുക. നല്ലപോലെ ഒന്ന് തിളയ്ക്കണം. പിന്നെ ഇതിന് നമ്മളൊരു വറവിട്ട് കൊടുക്കും. അത് റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഒരു ചീനച്ചട്ടി ഇതിലോട്ട് വയ്ക്കുക. ആവശ്യത്തിന് എണ്ണ ഒഴിച്ച് കൊടുക്കണം. അതിനുശേഷം 2 വറ്റൽമുളക് കൂടി പൊട്ടിച്ച് ഈ ചീനച്ചട്ടിയിലോട്ട് ഇട്ട് കൊടുക്കുക. കുറച്ച് കടുക് പൊട്ടിക്കുക, കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്ത് ഇളക്കിയെടുത്തതിന് ശേഷം നമ്മൾ ഇത് തിളച്ചുകൊണ്ടിരിക്കുന്ന കറിയിലോട്ട് വറവിട്ട് കൊടുക്കുക. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ നിങ്ങളുടെ സപ്പോർട്ട് എനിക്ക് വേണം. സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. എങ്കിൽ മാത്രമേ എനിക്ക് മുമ്പോട്ട് പോകാൻ പറ്റൂ. നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഉരുളക്കിഴങ്ങ് കറി നല്ല നാടൻ നല്ല ടേസ്റ്റുള്ള ഉരുളക്കിഴങ്ങ് കറിയാണിത്. ഇതൊരു ബൗളിലോട്ട് നമുക്ക് മാറ്റി വയ്ക്കാം. ഇത് ചപ്പാത്തിയുടെ കൂടെയും ദോശയുടെ കൂടെയും പിന്നെ അപ്പത്തിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. താങ്ക് യു.